അമ്മേ എന്നെ നടു ഈ കുരുപ്പ് കിടന്ന് വീണേ. എന്താണിത്? ഇവർക്കെന്താ ഇനി വട്ടായ? ഓ എന്താ ഒരു ചോദ്യം. മാറ്റത്തൊക്കെ എഴുന്നേറ്റ് മാറടി, അവള് കിടന്ന് സുഖിക്കാ. ഓ പിന്നെ മുട്ടി നിക്കല്ലേ കിടന്ന് സുഖിക്കാനേ. എന്നാ പിന്നെ കിടന്ന് ചിലക്കാൻ നിക്കുന്ന എന്തിനാ? എഴുന്നേറ്റ് മാറടി. ചക്കക്കുരു പോലെ ശരീരവും ആണിന്റെ വെയിറ്റും ഇതിനോ കാരണവ കിട്ടുന്നേ. അവന്റെ അവസ്ഥ എന്റെ അമ്മ ആലോചിക്കാൻ കൂടി വയ്യ. എന്തോന്ന്? എനിക്ക് എന്താണ് ഒരു കുഴപ്പം? പിന്നെ തനിക്കും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നീ ഇവിടെ ഉണ്ടായിരുന്നു മോനെ. ഞാൻ വിചാരിച്ചപ്പോ പോയി കാണുമെന്ന്. എന്നാൽ നിന്റെ അരുണെ വളരെ മോശമായി പോയി. മോശം തന്നെ, വളരെ മോശം. അല്ല അരുണെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. നിനക്കെന്നെ അത്രക്കും പേടിയാണോ? അറിഞ്ഞിട്ട് ആരേലും സിംഹത്തിന്റെ അടുക്കലേക്ക് പോവില്ലല്ലോ, പിന്നെ പേടി അത് നിന്നോട്. ഒന്ന് പോയേടി, ഈ ചക്കക്കുരു പോലത്തെ നിന്നൊക്കെ ആര് പേടിക്കാനാ? എന്നാ പിന്നെ അതില് തീരുമാനാക്കിട്ട് തന്നെ വായിക്കാട്ടോ ആരോടെ. ഇവളിത് എങ്ങോട്ടാണ്? എടിജി റോസ് എവിടെ നിക്കടി? എടി മാണ്ടടി, എനിക്ക് നേരത്തെ കൊറേ മണ്ടിച്ചില്ലടി. എടി റോസ് ജയ്സറത് ഇങ്ങോട്ടല്ലേ വരുന്നേ? എടി നോക്കടി. രണ്ടാൾക്ക് ഇവിടെ എന്താ പരിപാടി? ക്ലാസ് ഇല്ലപ്പോ? അതോ ഇനി ക്ലാസ് കട്ട് ചെയ്ത് വന്നേണോ? അത് പിന്നെ സാറേ കുറച്ച് ശുദ്ധമായി ശ്വസിക്കാൻ വന്നത്. എന്ത് സാറും കൂടെ നിന്നോ? നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഓഹോ, എന്നാ പിന്നെ റൂഫ് ടോപ്പിന്റെ മുകളിൽ കേറിയിരിക്ക്. അവിടെ ഇതിനേക്കാൾ ശുദ്ധമായി കിട്ടുമല്ലോ. സാർ ഇങ്ങനെ ചളി അടിക്കല്ലേ, ഓൾറെഡി ഇവിടെ ചളിയുണ്ട്, അതിന്റെ കൂടെ വേണോ? സാറേ, വിവരമില്ലാത്ത കൊച്ചാണ്, എന്ത് വേണേലും പറയും. സോ എല്ലാം കേട്ടു നിൽക്കണം, എന്നെ പോലെ. പിന്നെ സാറേ ഇപ്പൊ ഫ്രീ പീരീഡാ. ക്ലാസ്സിൽ നിന്ന് ബോറടിച്ചപ്പോ ഇങ്ങോട്ട് വന്നു. ഓ അങ്ങനെ. പിന്നെ തന്റെ നെയിം എന്തായിരുന്നു? സാറേ വല്ലാത്ത കഷ്ടം തന്നെ. ആരെയും അങ്ങനെ മറക്കുവോ? ഇനി മറന്നു പറഞ്ഞു വന്നുണ്ടല്ലോ, എന്റെ സ്വഭാവം മറം കേട്ടല്ലോ. റോസ്, ഇഷ്ടമുള്ള റോസിന്ന് വിളിക്കും. ഓ ശരി മാഡം. പിന്നെ റോസേ, നിന്നെ ആദ്യത്തെ കോളേജിൽ നിന്ന് ഇതിനെ പുറത്താക്കിയെന്ന് അറിയാലോ. സോ സാറേ എനിക്കറിയാം. ഇതിങ്ങനെ പിന്നെ പിന്നെ ഓർമ്മിക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ല, ഇവനെന്ത് ഇപ്പൊ വിളിക്കുന്നേ? ഹലോ, എന്താടാ നീ വിളിച്ചേ? ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ വിളിച്ചതാ. പിന്നെ നീ ഇപ്പൊ എവിടെയാണ്? ആടാ, പിന്നെ ഞാൻ ഇവിടെ ഗ്രൗണ്ടിലാ. ശരി എന്നാ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. അല്ല, ഇവനെന്തപ്പോ ഇങ്ങനൊക്കെ? കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, ചോദിക്കണം. ജസ്റ്റ് ഞാൻ ഇവിടെ, ഇങ്ങോട്ട് വാ, ഇവിടെ ഇവിടെ. ജസ്റ്റ് നീ എന്താണ് അങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? ആ കൊച്ചിനായിട്ട് വീണ്ടും അടി ഉണ്ടായ? നിന്റെ വിളിയൊക്കെ കണ്ടപ്പോ എനിക്ക് എന്തോ തോന്നി, എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. എന്ത് ചോദിച്ചാൽ നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. ജസ്റ്റ് ഈ പ്രശ്നം തീർന്നാല് ആ കൊച്ചി ഏതാന്ന് പറ. നിന്റെ മുന്നില് മലപ്പോഴും നിൽപ്പുണ്ടല്ലോ, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ആര്? റോസോ? എടാ ജസ്റ്റ് നീ വെറുതെ കളിക്കാൻ നിക്കല്ലേ, ഞാൻ കാര്യമായിട്ടാ ചോദിച്ചേ. ഇവള് തന്നെ, വേറെ ആര്?
ആ, ആ റോസേ, അപ്പോ നീയാണ് അവനെ അങ്ങനെയൊക്കെ? ആ സാറേ, ജെസ്സി സാറ് പറഞ്ഞൊക്കെ ഞാൻ തന്നെ ആണ്. പിന്നെ പ്രൊഫസർ എന്ന് വെച്ചിട്ട് എന്തും ചെയ്യാനൊന്നും എൻ്റെ അടുത്ത് നടക്കൂല. എന്നെ ഇതാക്കിയാൽ ഞാൻ തിരിച്ചും കേട്ടും, അത്ര ഞാൻ ചെയ്തോളൂ. ജെസ്സി സാർ തന്നെയാണ് എല്ലാം തുടക്കം വെച്ചേ, ഞാനായിട്ടൊന്നിനും അങ്ങോട്ട് പോയിട്ടുമില്ല. ജെസ്സി സാറ് എല്ലാം പറഞ്ഞിട്ടുണ്ടാവല്ലോ. ആരാണ്? നീ വരുന്നുണ്ടെങ്കി വാ, ഞാൻ പോവാണേ. ജയ് സാറേ, ഞാൻ റോസിന്റെ ഭാഗത്തായിട്ട് പറയല്ല. അവളെ വേദനിപ്പിച്ചാളെ അവള് തിരിച്ച് വേദനിപ്പിക്കൂ. ഇപ്പോ അടുത്താണ് കണ്ടുപിട്ടെങ്കിലും അവളെ ക്യാരക്ടർ വെച്ച് എനിക്ക് അങ്ങനെ തോന്നിയത്. ജസ്റ്റിൻ സാറ് വെറുതെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ്. എന്നാ ഞാൻ പോട്ടെ സാറേ, നാളെ കാണാം. ഹലോ ആർമീസ്, ആരും സ്കിപ്പ് അടിക്കല്ലേ. പിന്നെ എപ്പിസോഡ് അത്ര ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വോയിസിന് എന്തോ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട്. 2-3 ഡേയ്സ് ആയിട്ട് അതൊന്ന് ശരിയായി വെയിറ്റ് ആക്കിയതായിരുന്നു. ബട്ട് അതിനൊരു ചേഞ്ച് വന്നിട്ടില്ല, ഇപ്പോൾ അതുപോലെ തന്നെയാണ്. പിന്നെ എന്നോട് കുറച്ച് പേര് പറഞ്ഞു എപ്പിസോഡ് ഇടാൻ. അപ്പോൾ ഒന്ന് നോക്കി അങ്ങനെ ഇട്ടതാണ്. പിന്നെ കുറച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി അതൊരു ബോറ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഈ എപ്പിസോഡ് ഇപ്പോൾ നമ്മൾ കണ്ട അവിടെ വെച്ച് നിർത്തിയതാണ്. കുറച്ചും കൂടി അവിടെ ഉണ്ട്. ഞാൻ കുറച്ചും കൂടി കുറച്ച് ഭാഗം കൂടി ഇങ്ങനെ വെച്ചതാണ്, എഡിറ്റാക്കുന്നത് വെച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എപ്പിസോഡ് എൻ്റെ വോയിസൊക്കെ ശരിയായിട്ട് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ബോറ് തോന്നും, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ബൈ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാവേ.